ക്യാപ്ഷൻ കണ്ട പോലെ തന്നെ തള്ളാതെ 300 കോടിയിലേക്ക്. ഇവനാരാണ് 300 കോടിയിലേക്ക് പറയുന്നത്? പലതരം കോൺട്രവേഴ്സികൾ കാണാം, അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയാം. ഉറപ്പായിട്ട് ഇത് ഈ സിനിമ അർഹിക്കുന്ന വിജയം ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമ്പം ആരും കുറ്റം പറയത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ആ സിനിമ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ആരിനി നെഗറ്റീവ് ഇട്ടാലും ആ സിനിമ ഗംഭീരമായിട്ട് തന്നെ മുന്നേറും. കളക്ഷനിലും പുത്തൻ റെക്കോർഡുകൾ വേദിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. അത്തരം ഈ പറഞ്ഞു വരുന്നത് തള്ളാതെ 300 കോടി നേടുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്. തള്ളാതെ 300 കോടി രൂപ എന്ന് പറയുമ്പം ആദ്യം തന്നെ പറയട്ടെ, എമ്പുരാനും FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ഒരാളാണ് ഞാൻ. എമ്പുരാനെ കുറിച്ച് വളരെ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. പലരും എൻ്റെ കമന്റ്സിനകത്ത് വളരെ തുറയും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പടത്തിനെ എന്തിനാണ് ഇങ്ങനെ മോശമാക്കുന്നത്? ഇത്രയും കോടികൾ ബഡ്ജറ്റുള്ള പടത്തിനെ എന്തിനാണ് മോശമാക്കുന്നത്? എത്ര കോടികളുണ്ടെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് സംതൃപ്തി വേണ്ടേ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? മോഹൻലാൽ ഫാനായാലും മമ്മൂട്ടി ഫാനായാലും സാധാരണ ഓഡിയൻസിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. എമ്പുരാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 100-150-200 കോടി രൂപ എന്ന് പറയുന്ന സിനിമ ഇത്രയും കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ കുറെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇറാനെന്നും ഇറാഖെന്നും UK എന്നും എഴുതി കാണിച്ചാൽ മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഇന്റർനാഷണൽ രീതിയിൽ ലോക്കലായിട്ട് പോയിട്ടൊരു പടം എടുക്കാൻ പറ്റാത്ത 100% പറ്റാത്തൊരു സമയം തന്നെ എമ്പുരാൻ എനിക്ക് ഫീൽ ചെയ്തതാണ് പൃഥ്വിരാജ് കണ്ടുപഠിക്കേണ്ട ഒരാളാണ് തരുൺമൂർത്തി. അതിലേക്ക് നമുക്ക് വരാം. കാരണം എന്താണ് നമുക്കൊരു പടം കണ്ട ആ കണ്ടന്റ് ആണോ ചർച്ച ചെയ്യപ്പെട്ടത്? ഒന്നുമല്ല. ആ സിനിമയിലെ ബെസ്റ്റ് സീനുകളാണോ? ഒന്നുമില്ല. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സീൻ, ഒരു 3 മണിക്കൂറുള്ള സീനിൽ ഇത്രയും കോടി മുടക്കിയിട്ട് ഒരു സീനിൽ കൈയടിക്കാൻ ആണോ? നമ്മൾ ഇന്നത്തെ തലമുറ 10 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ ഒക്കെ ഉള്ള ഒരു കൊറിയൻ സിനിമകളും ഇംഗ്ലീഷ് സിനിമകളും ഒക്കെ കാണുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാക്കിയേക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അതിനകത്ത് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആകണം. നമുക്ക് കൈയടിക്കാനോ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനോ ഉള്ള രംഗങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത വളരെ OTT വരുമ്പോൾ അതിനെ ട്രോളുന്നത് അതിന് അർഹതപ്പെട്ട ട്രോൾ തന്നെയാണ്. കാരണം പല ഇന്റർവ്യൂവിലും ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഇച്ചിരി ഓവറായി പോയി. പൃഥ്വിരാജിനുള്ള ദേഷ്യം കൊണ്ടല്ല, പൃഥ്വിരാജ് ബ്രോഡാഡി അത്യാവശ്യം നന്നായിട്ട് എടുത്ത ഒരാളാണ്, ലൂസിഫർ എടുത്താണ്. പക്ഷെ എമ്പുരാൻ പുള്ളിയുടെ ഏറ്റവും വേസ്റ്റ് പടം എന്ന് നമുക്ക് പറയാം. L3 എടുക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം L3 എടുത്ത പ്രത്യേകിച്ച് ഗുണമെന്ന് കൊണ്ടാൽ ഈ പൃഥ്വിരാജ് ഇത് തന്നെ വെച്ച് കാച്ചു. എനിക്ക് തോന്നുന്നില്ല L3 ഇപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും കാണുമെന്ന് സംശയമാണ്. പക്ഷേ അവിടാണ് ഈ തരുൺമൂർത്തി എന്ന് പറയുന്നത്. രണ്ടുപേരും 2 സ്കില്ലാണ്, 2 മനുഷ്യനാണ്. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരിക്കലും തള്ളാതെ പ്രൊമോഷൻ എന്ന് പറയുന്ന എമ്പുരാൻ പ്രൊമോഷന്റെ തമ്പുരാനായിരുന്നെങ്കിൽ തുടരും പ്രൊമോഷൻ ഇല്ലാത്തൊരു പടം എന്ന് പറയാം. പത്രങ്ങളിലും സാധാരണ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ പോലും അഭിമുഖത്തിന് വരാത്ത അടുത്ത കാലത്തൊന്നും ഒരു സിനിമ കാണത്തില്ല. അതാണ് തുടരും. തരുൺമൂർത്തിയുടെ സിമ്പിളായ വാക്കുകൾ നമുക്ക് 1 മണിക്കൂർ തരുൺമൂർത്തി സംസാരിച്ചാലും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാന്ന് തോന്നുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു. പഴയ വിന്റേജ് മോഹൻലാലിനെ അല്ല, ഇപ്പോഴത്തെ മോഹൻലാലിനെയാണ് തരുന്നത്. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞിട്ട് സിനിമ കാണാൻ അങ്ങോട്ട് കയറുമ്പം നമ്മളൊരു സാധാ ഊണ് പ്രതീക്ഷിച്ച് എന്നിട്ട് നല്ല ഗംഭീര മട്ടൻ ബിരിയാണി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാക്കി തരുന്ന ആളല്ലയോ മികച്ച സംവിധായകൻ നമ്മൾ പറയും. അതാണ് തുടരിൽ എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഇത് കളക്ഷൻ ഭേദിക്കുന്നുള്ള ഉറപ്പിലാണ്. ഏത് വയസ്സ് ഏത് പ്രായമുള്ളവർക്കും 2.25 മണിക്കൂർ ഉണ്ട് ഇതിന്റെ ദൈർഘ്യം. 10 മിനിറ്റൂടെ ഉള്ളു കൂടുതൽ എമ്പുരാൻ. പക്ഷെ എത്രയോ പേര് പല സീനുകളിലും ഉറങ്ങുകയും തൂങ്ങുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ഫാൻ ഷോയിൽ തന്നെ കണ്ടുള്ള. അന്നേരം ഇത് എന്ത് ഗംഭീരമായിട്ട് എടുത്തേക്കുന്നത് എല്ലാ മേഖലകളും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ട് എല്ലാ മേഖലകളും സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, എല്ലാം. ജെയ്ക്സ് വിജയുടെ മ്യൂസിക് ഇതൊക്കെയാണ് പറയുന്നത്. എമ്പുരാനകത്ത് മ്യൂസിക് വളരെ പറഞ്ഞത് ഭയങ്കര ക്ലാസ് ആണ്, വലിയ ഹോളിവുഡ് സ്റ്റൈലാണ്. ഇവിടെ നമുക്ക് ഇമോഷണലി ഇതാവുകയും നമുക്കൊരു രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ വരുന്ന മ്യൂസിക് അല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എഫക്റ്റീവ് ഇല്ലാത്ത മ്യൂസിക് നമുക്ക് എന്തിനാണ്? ദീപക് ദേവിനെ കുറ്റം പറഞ്ഞില്ല. അന്ന് ദീപക് ദേവിനെ നമ്മൾ വീഡിയോ ഇട്ടാണ്. ദീപക് ദേവ് നല്ല മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും, പക്ഷെ അതിനകത്ത് ഫ്ലോപ്പാണ്. പക്ഷെ ഇതിനകത്ത് നോക്കി ജെയ്ക്സ് വിജോയ്ക്ക് ഒരു കാട്ടിനകത്തൊരു വൈൽഡ് മ്യൂസിക് ഒക്കെ ഉണ്ട്. അത് പടത്തെ മൊത്തത്തിൽ അങ്ങ് ഉയർത്തണം. ചുമ്മാതൊരു മ്യൂസിക് കൊടുക്കുമല്ല, ഗംഭീരമായ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ജെയ്ക്സ് വിജയുടെ കരിയർ ബെസ്റ്റാണ്. കാരണം അത് തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനാണ്. അന്നേരം മലയാള സിനിമ തള്ളലുകൾക്കല്ല പ്രാധാന്യം, കണ്ടന്റ് നന്നായാൽ സിനിമ കൂടും. ഇപ്പം ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ
ഒരാഴ്ച കൊണ്ട് പല രീതിയിലും കണ്ടന്റ് പല പല രീതിയിലും ആ സിനിമ ഓടിക്കാൻ നോക്കിയിട്ട് ഒരാഴ്ച കൊണ്ട് വീണ ഒരു പടത്തിന് പല രീതിയിലും കളക്ഷൻ കെട്ടി ടോട്ടൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഒരു രീതിയിലും നിർമ്മാതാക്കൾ പോലും അതിന്റെ അതായത് നിർമ്മാണ സംഘടനകൾ പോലും സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പോലും അതിനെക്കുറിച്ച് മിണ്ടുന്ന പോലും ഇല്ല എന്നുള്ളത് എമ്പുരാന്റെ കള്ളം സത്യമായ സാധനമാണ്. എന്തായാലും കളക്ഷൻ അത്രയും വന്നിട്ടില്ല. കാരണം ഇത്രയും നെഗറ്റീവ് ഉള്ളൊരു പടത്തിന് അത്രയും കളക്ഷൻ എത്ര പ്രൊമോഷൻ ഉണ്ടെങ്കിലും വരുത്തില്ല എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ദിവസം ആ സിനിമയെക്കുറിച്ച് എല്ലാവർക്കും ഒരു അർത്ഥം കിട്ടിയിട്ടുണ്ട്. പിന്നെ പല രീതിയിൽ അതിനെ കയറ്റാൻ ഉള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നത്. പക്ഷെ തുടരും അങ്ങനെയല്ല. തുടരൊരു വിജയത്തിന്റെ തുടർച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന, എല്ലാവരും ഒത്തൊരുമിച്ച് പഴയ അഭിനേതാവായ മോഹൻലാലിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനകത്ത് കാണുന്ന മോഹൻലാലിന്റെ ചില കൊലച്ചിരി, കണ്ണിലൊക്കെയുള്ള തിളക്കം, ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിപ്പിച്ചത് തരുൺമൂർത്തി എന്ന് പറഞ്ഞ സംവിധാനമാണ്. ഒരു 10-30 കോടി രൂപ കൊടുത്തായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. ആ നിർമ്മാതാവിന് കൊടുക്കണം കൈയടി രഞ്ജിത്ത് രജപുത്ര. കാരണം ഇത്രയും ഒരു ക്യാൻവാസിൽ, സിനിമയ്ക്ക് പറ്റുന്ന ഒരു ക്യാൻവാസിൽ അദ്ദേഹം പൈസ മുടക്കിയിട്ടുണ്ട്. അത് 30-35 കോടിയാണെങ്കിലും കുഴപ്പമില്ല. കാരണം അത് കാണാനുണ്ട് ആ പടത്തിൽ എല്ലാ രീതിയിലും. അന്നേരം ആരാണ് മോശമായിട്ട് പറയുമല്ല, തള്ളാതെ വേണം നമുക്ക് ഇൻഡസ്ട്രിയിൽ ഏത് 6 സിനിമയും വിജയിക്കുന്ന ഇൻഡസ്ട്രിക്കാണ് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കാണ് നല്ലത്. നമ്മൾ മലയാളികളാകുമ്പോൾ മലയാള സിനിമയ്ക്കാണ് നല്ലത്. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ടും തള്ളാതെ 300 കോടി കയറാനുള്ള കെൽപ്പ് ഇപ്പൊ നിലവിൽ, നാളെ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഗംഭീര അഭിപ്രായം എന്നുള്ള സ്ഥിതിക്ക് തള്ളാതെ മലയാള സിനിമയിൽ 100 കോടി എന്നുള്ളത് തകർക്കുമെന്നുള്ളതും 300 കോടിയിലേക്ക് പോകുമെന്നുള്ളത് ഏകദേശമൊക്കെ നമുക്ക് ഉറപ്പിക്കാം. ഇതിനകത്ത് നെഗറ്റീവ് പറഞ്ഞ് തെറി വിളിച്ചോണ്ടൊന്നും കാര്യമില്ല. സിനിമ പ്രൊമോട്ട് ചെയ്യേണ്ട രീതിയിൽ, അതായത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ്. എനിക്ക് മാതൃഭൂമിയിലെ മനോരമയുടെ ഒക്കെ ഒരു പരസ്യം ഗംഭീരമാണ്. ഫസ്റ്റ് പേജിലാണ് മിക്കുള്ള വീട്ടമ്മമാരും ഒക്കെ കാണുമ്പോൾ ഫസ്റ്റ് പേജിലാണ് വരുന്നത്. അത് മോഹൻലാൽ ശോഭനയുടെ കോമ്പിനേഷൻ ആയിരിക്കും കൂടുതലും. അതൊക്കെ ഒരു വേറെ രീതിയിലുള്ള ടെക്നിക്കുകളാണ്. അന്നേരം തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധാനം എല്ലാ രീതിയിലും വിജയിച്ചിട്ടുണ്ട്, എല്ലാ രീതിയിലും. അതാണ് കണ്ടുപഠിക്കട പൃഥ്വിരാജ് എന്ന് നമുക്ക് പറയാൻ തോന്നുന്നു. കാരണം പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷും തള്ളലും ഒരു മര്യാദയില്ലാത്ത പോക്കാണ്. ഇടയ്ക്കൊക്കെ ഇന്റർവ്യൂവിൽ ഒരു ആങ്കർ ചോദിച്ച പോലെ, ഈ മണിരത്നത്തിൽ ശങ്കറിനുണ്ടായ മോനാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതുപോലെ അത്രയും ഹൈപ്പ് ഇദ്ദേഹം കൊടുക്കുകയും സ്വന്തമായിട്ട് വലിയ ബ്രില്യൻ ഡയറക്ടർ എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് ഒരു മാങ്ങാണ്ടി ഇല്ലാത്ത സിനിമയായിട്ട് മാറിയിട്ട് അതിനെ നമ്മൾ പിടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനൊരു സിനിമ, ഗംഭീര സിനിമ, നമ്മൾ മാക്സിമം ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു പ്രൊമോഷൻ പോലും വേണ്ട. ആൾക്കാർ തിയേറ്ററിൽ ഇരച്ച് കയറിക്കോളും. ബുക്ക് മൈ ഷോ എടുത്തു കഴിഞ്ഞാൽ 1 അവറിൽ എമ്പുരാനെക്കാട്ടിൽ, ഞാനിപ്പോൾ വീഡിയോ എമ്പുരാനെക്കാട്ടിൽ എത്രയോ മുകളിൽ നിൽക്കുന്നു ഈ കൊച്ചു സിനിമ, കൊച്ചു ഫാമിലി പടം. അതല്ലേ വേണ്ടത് നമുക്ക്. മലയാളം ഇൻഡസ്ട്രിക്ക് അതാണ് വേണ്ടത്. അന്നേരം വേറെ പടങ്ങളൊന്നും തള്ളിയില്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു കമ്പാരിസൺ അടുത്തടുത്ത് വന്നുകൊണ്ടാണ് തോന്നിയത്. കാരണം ഒരു ദിവസം 100 കോടി, 2 ദിവസം വീണ്ടും 50 കോടി, അടുത്ത ദിവസം വീണ്ടും 50 കോടി. ഈ കോടി എവിടെ ചുമ്മാ കോടി അങ്ങ് കിടക്കുവാണോ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ജെന്യൂനിറ്റി നഷ്ടപ്പെട്ടു. 30 ദിവസം എന്ന് പറയുന്നത് 23 ദിവസം കൊണ്ട്, 21, 22, 23 ദിവസം കൊണ്ട്, 30 ദിവസം കൊണ്ട് 325 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാൻ വേണ്ടി ചെയ്ത് പിന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനല്ല. എല്ലാ രീതിയിലും നമുക്ക് അഭിമാനിക്കാവുന്ന, നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ ദൃശ്യം പോലെ നമ്മുടെ മലയാള സിനിമയുടെ അബ്രവാളികളിൽ എടുത്ത് വെക്കാവുന്ന, ഒരു ലൈബ്രറിയിൽ എടുത്ത് വെക്കാവുന്ന ഒരു സിനിമയാണ് ഉറപ്പായിട്ടും തുടരും. അതിന് കളക്ഷൻ കിട്ടിയില്ലെങ്കിൽ അതിശയം ഒന്നും വേണ്ട ആവശ്യമില്ല. കാരണം ഗംഭീര കളക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു മാസ് എന്റർടൈൻമെന്റ് കിട്ടുന്ന കളക്ഷനെക്കാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അന്നേരം തുടരും ടീമിനെ വീണ്ടും കൈയടിക്കണ മക്കളെ എന്ന് പറയുന്ന പോലെ ഗംഭീരമായിട്ട് കയറി വരട്ടെ. അന്നേരം എല്ലാ റെക്കോർഡുകളും തകർത്ത് വാരട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ ഉറപ്പായിട്ട് ഇടാം. എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാത്തിനും വിലയുണ്ട്. ബൈ.